ഡീപോള് അതുപോലെ റാഫിഞ്ഞ തമ്മിലുള്ള ബന്ധം അവിശ്വസനീയമായ ഒരു രംഗങ്ങൾ നമ്മൾ ഇന്നലെ ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തിന് ശേഷം കണ്ടു. ഇരു താരങ്ങളും ജെയ്സി കൈമാറുന്നത് അപ്രതീക്ഷിതമായൊരു കാഴ്ച. കാരണം അതിന് മുന്നേ നടന്ന വാർത്തകളൊന്നും അല്ലെങ്കിൽ നമ്മൾ കണ്ട സീനുകളൊന്നും അത്ര നല്ല സീനുകളല്ലായിരുന്നു. ബ്രസീൽ vs അർജന്റീന കഴിഞ്ഞ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്ക് മുന്നേ അവർ തമ്മിൽ ഉരസിയത്, അതായത് റാഫിഞ്ഞയുടെ സംസാരം ഫുട്ബോൾ ലോകം മൊത്തം ചർച്ച ചെയ്തു. മത്സരത്തിന് ശേഷം അർജന്റീനയിലെ ഏകദേശം താരങ്ങളൊക്കെ എമി മാർട്ടിനസ്, അൽവാറസ്, ഡീപോൾ അങ്ങനെ ഏകദേശം താരങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ അതിനെതിരെയൊക്കെ സംസാരിച്ചു, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു. കാരണം അത്രക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല റാഫിഞ്ഞയുടെ സംസാരം. കളത്തിനകത്തും പുറത്തും വെച്ചൊക്കെ അവരെ തീർക്കുമെന്നൊക്കെ പറഞ്ഞത് വളരെ നമുക്ക് തന്നെ മനസ്സിലാവും എത്രത്തോളമായിരിക്കും അതിൻ്റെ ആയം എന്നുള്ളത്. അപ്പോൾ ഇന്നലെ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടുള്ള മത്സരത്തിൽ ബാഴ്സലോണ ജയിച്ചു. ഒരു ഗോളിൻ്റെ വിജയമാണ് ജയിച്ചത്. അടുത്ത പാദം ഫൈനലാണ്, അത് എൽ ക്ലാസിക്കോ ഫൈനലാണ് റയലുമായിട്ട് ബാഴ്സക്ക്. അതൊരു മികച്ചൊരു ഗെയിം വരാനുണ്ട്. ഇന്നലെ മത്സര ശേഷം ജെയ്സി കൈമാറി റാഫിഞ്ഞയും അതുപോലെ തന്നെ ഡീപോളും. ആ ഒരു സീന് നമ്മളൊരു പ്രതീക്ഷിക്കാത്തൊരു സീനായിരുന്നു. ആ ഒരു പ്രശ്നത്തിന് ഏറെക്കുറെ ഇവിടെ പരിഹാരമായി എന്നുള്ളൊരു തോന്നൽ അല്ലേ. ആ ഒരു റാഫിഞ്ഞയുടെ വിഷയം അവിടെ കൊണ്ട് തീർന്നു. കാരണം ഡീപോളൊക്കെയാണ് കാര്യമായിട്ട് അർജന്റീനയുടെ നിരയിൽ എന്ത് കാര്യത്തിനും പ്രതികരിക്കൽ, ഒരു വില്ലനി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ അദ്ദേഹം തന്നെ റാഫിഞ്ഞൊക്കെ ജെയ്സി കൈമാറി. അതുപോലെ തന്നെ മത്സരത്തിന് ഇറങ്ങുന്നതിന് മുന്നേയും അവർ തമ്മിൽ ഒരു ആലിംഗനം ചെയ്യണമൊക്കെ കണ്ടു. പക്ഷേ മത്സരത്തിലുടനീളം ഡീപോള് റാഫിഞ്ഞയെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പോളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ലോണം കൊടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മത്സര ശേഷം അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ജെയ്സി കൈമാറുന്ന ഒരു സീന് കണ്ടു. ആ ഒരു പ്രശ്നത്തിന് ബ്രസീൽ vs അർജന്റീന താരങ്ങൾ തമ്മിലുള്ള ആ ഒരു വിഷയം അവിടെ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഓൾറെഡി അവസാനിച്ചിട്ടുണ്ട്. അർജന്റീന ബ്രസീലിന് കുറച്ച് ഗോളുകൾ കൂടുതൽ കൊടുത്തതുകൊണ്ട് അവിടെ തീർന്നിട്ടുണ്ട്. അവർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ മത്സരത്തിൽ ഗോളടിച്ച് കാണിച്ചു എന്നൊക്കെ അവർ പറഞ്ഞല്ലോ. ഒരു ഗോളടിച്ചതിന് ശേഷം മത്സരം വിജയത്തിന് ശേഷം എന്ന പോലെ തന്നെ ഈ ഒരു വിഷയം ആ ഒരു വലിയൊരു വിഷയം, വലിയൊരു പ്രശ്നം, അർജന്റീന ബ്രസീൽ താരങ്ങൾ തമ്മിലുള്ള വിഷയം അവിടെ കൊണ്ട് തീർന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു സീനോട് കൂടി അല്ലേ.